ഈ അടുത്ത കാലത്തായിട്ട് യൂട്യൂബിൽ നിന്ന് ഏറ്റവും കൂടുതൽ വാട്സാപ്പ് വഴി എൻക്വയറി അതായത് UAE വിസിറ്റിംഗ് വിസ വന്നിട്ട് അവർ തിരിച്ചും സ്വന്തം നാട്ടിലേക്ക് ഇന്ത്യയിലൊക്കെ പോയിട്ട് അവർ യൂറോപ്യൻ കൺട്രികളിലേക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അവരുടെ UAE PCC ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ദുബായ് PCC ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ അവരുടെ PCC അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ബയോമെട്രിക് ഡീറ്റെയിൽസ് ചോദിക്കും. അപ്പോൾ അങ്ങനെ ബയോമെട്രിക് ചെയ്യാം എന്നതിനെ പറ്റിയാണ് അന്നത്തെ വീഡിയോ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടീന ടോക്സിന്റെ വീഡിയോ ആണ്. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം, താഴെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാം. അപ്പം ഞാൻ ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്ന നമുക്ക് നോക്കിട്ടെന്ന്. അതായത് നമ്മൾ UAPC ആൻഡ് ദുബായ് PCC ആണ് അപ്ലൈ ചെയ്യുമ്പോൾ 3 കാറ്റഗറിയാണ്. അതായത് ഇൻസൈഡ് കൺട്രി വിസിറ്റ് വിസ, എംപ്ലോയ്മെന്റ് വിസ, ഔട്ട്സൈഡ് കൺട്രി, ഇങ്ങനെ 3 കാറ്റഗറികളായിട്ടാണ് ഉള്ളത്. അതായത് എംപ്ലോയ്മെന്റ് വിസ ഉള്ളവർക്ക് ഇൻസൈഡ് കൺട്രിയിലുള്ളവർക്ക് ഇൻസൈഡ് കൺട്രി കൊടുത്ത് എംപ്ലോയ്മെന്റ് വിസ കൊടുത്ത് അപ്ലൈ ചെയ്യാം. വിസിറ്റ് വിസ ആണെങ്കിൽ വിസിറ്റ് വിസ UAE വിസിറ്റ് വിസ ഓപ്ഷൻ എടുത്തിട്ട് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് പോലീസ് സ്റ്റേഷനിൽ പോയി UAE പോലീസ് സ്റ്റേഷനിൽ പോയി ബയോമെട്രിക് എടുത്ത് അവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഔട്ട്സൈഡ് കൺട്രിയിലുള്ളവർക്ക് വിസിറ്റ് വിസയിൽ വന്നിട്ട് പോയവർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഔട്ട്സൈഡ് കൺട്രി കൊടുത്ത് അപ്ലൈ ചെയ്ത് നിങ്ങളുടെ പാസ്പോർട്ടിൽ ഫ്രണ്ട് പേജ് ബാക്ക് പേജ് വിസിറ്റിംഗ് വിസ പേജിന്റെ കോപ്പി അതുപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇതെല്ലാം അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് റെഫറൻസ് നമ്പർ തരും. എന്നിട്ട് നിങ്ങളുടെ മെയിലിലേക്ക് UAE പോലീസ് ദുബായ് പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു മെയിൽ വരും. അവരുടെ പോലീസ് സ്റ്റേഷൻ അഡ്രസ്സ് തരും. ആ അഡ്രസ്സിലേക്ക് നിങ്ങളുടെ ബയോമെട്രിക് എടുത്ത് സെൻഡ് ചെയ്ത് തരാൻ പറഞ്ഞാൽ അവരൊരു മെയിൽ വരും. അപ്പോൾ അവിടെ നിന്നാണ് നിങ്ങളുടെ സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അടുത്തുള്ള SP ഓഫീസിൻ്റെ അടുത്തായിരിക്കും മെയിനായിട്ട് ക്രൈം ബ്രാഞ്ച് ഓഫീസ് കാണുക. ചിലയിടത്ത് ഡിഫറെൻറ്റ് സ്ഥലത്തായിരിക്കും. ക്രൈം ബ്രാഞ്ച് ഓഫീസിൽ പോയി അവിടെ ഫിംഗർ പ്രിന്റ് ബ്യൂറോ എന്ന് പറയുന്ന സെല്ലുണ്ട്. അവിടെ പോയി നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് എടുത്ത് അയച്ചു കൊടുക്കണം. ഫിംഗർ പ്രിന്റ് ബ്യൂറോയിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ആദ്യം ഒരു ചെല്ലാൻ അടയ്ക്കണം. 1800 രൂപ ഇന്ത്യൻ മണി വരും. ആ ചെല്ലാൻ അടച്ച് അപ്പോൾ ആ ചെല്ലാൻ്റെ സ്ലിപ്പ് അവിടെ കാണിക്കും. അവർ നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഫോം തരും. ആ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാം. അതുപോലെ നിങ്ങളുടെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ അത് വെച്ചൊരു അപേക്ഷ തയ്യാറാക്കി അത് കൊടുക്കുക. അത് കൊടുത്തു കഴിയുമ്പോൾ അവർ നിങ്ങളുടെ 10 വിരലിൻ്റെ ഫിംഗർ എടുത്തിട്ട് അവരവിടെ നിന്ന് സീല് വെച്ച് തരും. ആ സീല് വെച്ച് ഒറിജിനൽ പേപ്പറുമായിട്ട് നിങ്ങൾ അടുത്തുള്ള UAE എംബസിയിൽ പോയി അത് അറ്റസ്റ്റ് ചെയ്യണം. നമുക്ക് കേരളത്തിൽ UAE എംബസി ഉള്ളത് തിരുവനന്തപുരത്താണ്, പിന്നെ ഉള്ളത് ഡൽഹിയിലാണ്. പക്ഷേ തിരുവനന്തപുരത്ത് ഭയങ്കര ലാഗാണെന്നൊക്കെ കേൾക്കുന്നു. ഡൽഹിയിലാണ് എല്ലാവരും ചൂസ് ചെയ്യുന്നത്. കാരണം കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് പ്രോസസ് നടക്കുന്നത് ഡൽഹിയിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് പോകാൻ സൗകര്യം നിങ്ങൾക്ക് ഏതെങ്കിലും ഏജൻസികളേക്ക് കൊടുക്കാം. അപ്പോൾ അവർ അവരുടെ ഫീസും കാര്യങ്ങളൊക്കെ മേടിക്കും. അപ്പോൾ എന്നിട്ട് നിങ്ങൾക്ക് ആ അറ്റസ്റ്റ് ചെയ്ത് വരുന്ന കോപ്പി ഒറിജിനലാണ് നിങ്ങൾ UAE പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുക്കേണ്ടത്. കൊറിയർ ചെയ്ത് അയച്ചു കൊടുക്കുകയും ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഞാൻ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ദുബായ് പോലീസ് PCC ആയിരിക്കും. കാരണം വെച്ചാൽ UAE PCCക്ക് വെറും 30 ദിവസത്തെ വാലിഡിറ്റി ഉള്ളൂ. ഈ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ 3 to 4 വീക്സ് എടുക്കും. ബയോമെട്രിക് എടുത്ത് അയച്ച് അവിടെ ചെന്ന് കഴിയുമ്പോഴും അപ്പോൾ അത് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്ന നിങ്ങൾ അപ്ലൈ ചെയ്ത ഡേറ്റ് മുതൽ. അപ്പോൾ ദുബായ് PCCയുടെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ 90 ദിവസം അതായത് 3 മാസം വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ ഏറ്റവും ബെറ്റർ നിങ്ങൾ ദുബായ് പോലീസിൻ്റെ PCC എടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പോലും ഒരു മാസം പ്രോസസ്സിന് പോയാൽ നിങ്ങൾക്ക് 2 മാസം വാലിഡിറ്റി നിങ്ങൾക്ക് ലഭിക്കും. അതിവിടെ വന്നു കഴിയുമ്പോൾ വിത്തിൻ മാക്സിമം 1 അല്ലെങ്കിൽ 2 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിലിലേക്ക് PCC അവർ ഫോർവേഡ് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് അത് ഫോർവേഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ്. അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് വാട്സാപ്പ് ചെയ്യണം. അത് ഞാൻ നോക്കിയിട്ട് സമയം പോലെ ഫ്രീ ആവുന്ന ടൈം നോക്കി നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുപോലെ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്നെയായിട്ട് ബന്ധപ്പെട്ടാൽ ഞാൻ നിങ്ങൾക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരുന്നതായിരിക്കും. അപ്പോൾ ഗുഡ് ബൈ.